നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചേനവില ഇങ്ങനെ കുറഞ്ഞ് കൂപ്പ് കുത്തുമോ. മുമ്പൊക്കെ ഉണ്ടായിരുന്ന ചേനവില 100-ൽ നിന്ന് ഇപ്പോൾ 50 രൂപ താഴെയാണ്. നെടുമ്പാളം കാർഷിക വിപണിയിൽ ഈ ആഴ്ച നടന്ന വില എന്ന് പറഞ്ഞാൽ കേട്ടാൽ വളരെയധികം ഞെട്ടും. പണ്ട് മോഹവിലയിലേക്ക് 100 രൂപ കൊടുത്ത് വാങ്ങിച്ച ചേന നട്ടത് ഇപ്പോൾ കിലോയുടെ പുറത്ത് 40 രൂപയാണ് നെടുമ്പാളം കാർഷിക വിപണിയിൽ ഈ ആഴ്ച ഓടിയത്. എല്ലാ പ്രദേശങ്ങളിലും വളരുന്നതുമായ കൃഷി ചെയ്യുന്നതുമായ ഒരു സസ്യമായ ചേന കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു പച്ചക്കറി ആണ്. ഒരില മാത്രമുള്ള ഈ സസ്യത്തിൻ്റെ പ്രത്യേകത അത് ഈ ചേന ഏത് ഷേപ്പിൽ നട്ടാലും കിട്ടുന്നത് റൗണ്ടിലുള്ള ഒരു പച്ചക്കറിയായിട്ടാണ് ഇത് കിട്ടിയത്. നമ്മൾ കളയ്ക്കുമ്പോൾ ഒരു കിലോ ചേന വാങ്ങിക്കുമ്പോൾ 55 രൂപ 60 രൂപ വിലയാണ്. കുണ്ട്ര നെടുമ്പാളം കാർഷിക വിപണിയിൽ 22/11/2025 നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം. പയർ കിലോ 90 മുതൽ 95, പാവയ്ക്ക കിലോ 100 മുതൽ 130, പടവലം കിലോ 40, കോവയ്ക്ക കിലോ 90, കുമ്പളം കിലോ 40 മുതൽ 50, മത്തൻ കിലോ 35 മുതൽ 40, ചുരയ്ക്ക കിലോ 20, കത്തിരി കിലോ 60 മുതൽ 70, വാളരിപ്പയർ കിലോ 80, വെണ്ടയ്ക്ക കിലോ 90, പപ്പയ കിലോ 30 മുതൽ 45, മുളക് കിലോ 120 മുതൽ 130, ഉണ്ടമുളക് 350, കാന്താരി കിലോ 250, പാഷൻ ഫ്രൂട്ട് കിലോ 100 മുതൽ 180, കുക്കമ്പർ കിലോ 30 മുതൽ 35, മരച്ചീനി കിലോ 20 മുതൽ 24, വാഴക്കൂമ്പ് ഒരു പീസ് 6, ഇഞ്ചി 1 കിലോ 90 മുതൽ 110, ചീര പച്ച 35 മുതൽ 40, ചുവന്ന ചീര 60, വടക്കംപുളി കിലോ 280, കുരുമുളക് കിലോ 750, മഞ്ഞൾപ്പൊടി കിലോ 300, പുളി കിലോ 180, ചേന കിലോ 40 രൂപയാണ് അവിടെ വന്നത്. ചേമ്പ് അതേസമയം 60 മുതൽ 70, കാച്ചിൽ കിലോ 65 മുതൽ 70, തേങ്ങ കിലോ 90, കോഴിമുട്ട ഒരു പീസ് 8 രൂപ 50 പൈസ, ഏത്തൻ കിലോ 50 മുതൽ 58. ഏത്തയ്ക്ക ഇപ്പോൾ വില കുറേശ്ശെ കൂടി വരികയാണ്. കർഷകർ വളരെ സന്തോഷത്തിലുമാണ്. ഈ വൃശ്ചികം 1 ആയപ്പോഴത്തേക്ക് മിക്ക കർഷകരും വീണ്ടും കൃഷി ചെയ്യുവാൻ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. കപ്പ കിലോ 55 മുതൽ 60, പൂവൻ കിലോ 30 മുതൽ 38, പാളയം കിലോ 15 മുതൽ 20, റോബസ്റ്റ 15 മുതൽ 25, ഞാലി 1 കിലോ 30 മുതൽ 45. ഇത്രയും സാധനങ്ങളാണ് അവിടെ വന്നത്. എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥയിലും മറ്റും പന്നികളുടെയും മറ്റു ആക്രമണത്തിൽ കർഷകർ ഇത്രയും ഉൽപ്പാദിപ്പിച്ച കർഷകർക്ക് വേണം ഒരു ബിഗ് സല്യൂട്ട്. ഓരോ ഗവൺമെൻറ്റുകളും കർഷകർക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുക്കേണ്ടതായ ഒരു അത്യന്താപേക്ഷിത ഘടകങ്ങളും തന്നെയാണ്. കാരണം അവർക്ക് ആധുനിക യന്ത്രസാമഗ്രികൾ സൗജന്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കർഷകർ വളരെ ഉത്സാഹത്തോടു കൂടി നല്ല രീതിയിൽ കൃഷി സമ്പത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയും ചെയ്യുകയും ചെയ്യും. കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് പന്നിയുടെ ആക്രമണം. പന്നിയുടെ ആക്രമണം ഉണ്ടായാൽ വളരെയേറെ കൃഷിനാശങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് അടുത്ത് വേറെ കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ ചേനയെ അത് ആക്രമിക്കത്തില്ല. എന്നാൽ മറ്റ് കൃഷികളില്ലെങ്കിൽ ചേനയും അത് വളരെയേറെ നന്നായി നശിപ്പിക്കും.